ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടെലിവിഷൻ ഡോക്ടർ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് LG CRT TV യിലെ 2 കംപ്ലയിൻസിനെ പറ്റിയാണ്. ഇതിലെ ആദ്യത്തെ കംപ്ലയിൻറ്റ് തികച്ചും ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കംപ്ലയിൻ്റാണ്. എന്തെന്ന് വെച്ചാൽ പിക്ചർ ഷെയ്ഡിങ് വരികയാണ്. പിക്ചർ ഷെയ്ഡിങ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത്. പിക്ചർ ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടുമ്പോൾ പിരിഞ്ഞ് കാണുന്ന പിരിഞ്ഞെന്ന് പറയുമ്പോൾ ഒരു തെളിച്ചമില്ലാതെയും ഒരു ഡിമ്മായിട്ടും ഒട്ടും ക്ലാരിറ്റി തന്നെ ഇല്ലാതെയും കാണുന്ന ഒരു പിക്ചറാണ്. ഇതൊരു കംപ്ലൈൻ്റാണ്. ചില സാഹചര്യത്തിൽ LOTയിലെ സ്ക്രീൻ കുറച്ച് വയ്ക്കുമ്പോഴും കൂട്ടി വയ്ക്കുമ്പോഴും വരുന്ന ഒരു പ്രശ്നമാണത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സ്ക്രീൻ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി വെക്കുമ്പോൾ പോലും ഒട്ടും ക്ലാരിറ്റി ഇല്ല. ഇത് LGയിൽ കണ്ടുവരുന്ന ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വലിയൊരു കംപ്ലൈൻ്റാണിത്. ഈ പിക്ചറിൽ തന്നെ കണ്ടില്ലേ, എത്ര ബ്രൈറ്റും കോൺട്രാസ്റ്റും കുറച്ച് കൂട്ടി വെച്ചാലും തന്നെ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. ഇതാ കണ്ടില്ലേ, റെഡ് ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും ബ്ലൂ ഷെയ്ഡും ഒക്കെ പിരിഞ്ഞ് കാണുന്ന ഒരു അവസ്ഥയാണ്. ഒട്ടും തന്നെ ക്ലാരിറ്റി ഇല്ലാതെ കണ്ടില്ലേ ആ ബ്രൈറ്റ്നെസ്സിൽ കണ്ടില്ലേ റെഡ് ഷെയ്ഡിങ് വന്നിരിക്കുന്നത്. അപ്പോൾ LGയിൽ തികച്ചും കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റാണ്. LGയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റാണിത്. ചില സാഹചര്യങ്ങളിൽ ഇതിൻ്റെ മെയിൻ ട്യൂബ് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ട്യൂബുമല്ല. ഓക്കെ, ബേസ് ബോർഡിലും കൂടെ വരുന്ന ഒരു 2 പ്രശ്നമാണ്. 250 വോൾട്ട് 4.7 MFൻ്റെ 2 കപ്പാസിറ്ററുണ്ട്. ആ 2 മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറാവുന്നതേ ഉള്ളൂ. ഒന്ന് ബേസ് ബോർഡിലും മറ്റൊന്ന് മെയിൻ ബോർഡിലും വരുന്നതാണ് LOTയുടെ അടുത്തുള്ള കപ്പാസിറ്റർ. സാധാരണ ഈ കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ, ഷോർട്ടായി കഴിഞ്ഞാൽ ഫുൾ റീട്രേസ് ലൈനിലാവും നിൽക്കുന്നത്. റീട്രേസ് ലൈൻ ഫുൾ വെള്ള കളറിൽ വൈറ്റ് റാസ്റ്റർ എന്ന് പറയില്ലേ, ആ ലൈൻസിലാണ് നിൽക്കാവുന്നത്. അപ്പോൾ ഇതിപ്പോൾ കപ്പാസിറ്റർ ഡെഡായിട്ടുമില്ല. ഡെഡാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വീർത്ത് പൊങ്ങിയിരിക്കും ഇതിൻ്റെ മേൽഭാഗം. അപ്പോൾ അങ്ങനെ ഒന്നായിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ കപ്പാസിറ്റർ മാറ്റി നോക്കാം. ഈ കപ്പാസിറ്ററാണ് യഥാർത്ഥത്തിൽ കംപ്ലൈൻറ്റ്. ഇത് ഇത്തിരി നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള കംപ്ലൈൻറ്റ്. പെട്ടെന്ന് ആർക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റില്ല. മെയിൻ ബോർഡിലും ബേസ് ബോർഡിലും 250 വോൾട്ട് 4.7 MFൻ്റെ കപ്പാസിറ്ററാണ് വരുന്നത്. രണ്ടിനും കൂടെ ഒരേ വാല്യൂ ആണ്. കണ്ടില്ലേ, 250 വോൾട്ട് 4.7 MF കപ്പാസിറ്ററാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ബോർഡിൽ 10 MFൻ്റെ ഇടാം, അല്ലെങ്കിൽ ബേസ് ബോർഡിൽ 10 MFൻ്റെ ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റായിട്ടാണ് ഇടുന്നത്. പിന്നെ കഴിവതും പുതിയ കപ്പാസിറ്റർ ഇടാൻ നോക്കുക. ഓക്കെ, പഴയതിട്ട് വീണ്ടും ചിലപ്പം കംപ്ലൈൻ്റ് ആവും. ചെറിയ വീക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത്രയ്ക്ക് എന്തിനു പറയാൻ, കംപ്ലൈൻറ്റ് ശരിയാകണമെന്നൊന്നുമില്ല. ചിലപ്പം പൊട്ടിത്തെറിച്ച് പോകുന്ന സാഹചര്യമുണ്ട്. ഓക്കെ, അപ്പോൾ കഴിവതും പുതിയ കപ്പാസിറ്റർ തന്നെ ഇടാൻ ശ്രമിക്കുക. ഓക്കെ, സെയിം വാല്യൂ തന്നെ ഇട്ടാൽ മതി. കപ്പാസിറ്ററിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അത് നോക്കിയിടണം. നോക്കിയിട്ടില്ലെങ്കിൽ കപ്പാസിറ്റർ ഓൺ ദ സ്പോട്ട് തന്നെ പുക ഒന്ന് പൊട്ടിത്തെറിക്കും. ഓക്കെ, വേറെ കംപ്ലൈൻറ്റും വരാൻ സാധ്യതയുണ്ട്. അടുത്ത് ഡയോഡുണ്ട്. അടുത്ത് 180 ലോട്ട് പോകുന്ന ഒരു ഡയോഡുണ്ട്. 150 വോൾട്ട് LOTയിലേക്ക് പോകുന്ന ആ ഡയോഡും ഷോർട്ടാകാൻ സാധ്യതയുണ്ട്. ആ ഡയോഡും ഷോർട്ടായാൽ പിന്നെയും കപ്പാസിറ്റർ ഇടുമ്പോൾ വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ബേസ് ബോർഡ്. അപ്പോൾ ബേസ് ബോർഡിലും 250 വോൾട്ട് 4.7 MFൻ്റെ കപ്പാസിറ്ററാണ് ഉള്ളത്. അപ്പോൾ ഇതും കൂടി മാറ്റണം. ഓക്കെ, 2 കപ്പാസിറ്ററും ഒരുമിച്ച് മാറ്റണം. അപ്പോൾ ഇതിനെ ഇളക്കാൻ പോവുകയാണ്.
ഇത് കണ്ടില്ലേ 250 വോൾട്ട് 4.7 MF. അപ്പോൾ ഞാൻ ഇവിടെ പുതിയതല്ല ഇടുന്നത്, പഴയതാണ് ഇടുന്നത്. ഓക്കെ, നിങ്ങൾ കഴിവതും പുതിയതിടാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, രണ്ടും ശ്രദ്ധിച്ച് തന്നെ ഇടുക. ഈ പിക്ചർ ഷെയ്ഡിങ്, ഈ കംപ്ലൈൻറ്റ് കൂടുതലും വരുന്നത് ബേസ് ബോർഡിൽ IC ഇല്ലാത്ത ടൈപ്പിൽ വരുന്ന കംപ്ലൈൻറ്റാണ്. ഓക്കെ, ബേസ് ബോർഡിൽ IC കാണൂല. ഇതിൻ്റെ മെയിൻ ICയുടെ മെയിൻ പ്രോസസ്സറിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 1833 ഓക്കെ, TDA 9340 PS N3/A 1833. ഓക്കെ, അപ്പോൾ ഈ 2 കപ്പാസിറ്ററും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ കംപ്ലൈൻറ്റ് ഇവിടെ ശരിയായിട്ടുണ്ട്. ആ കപ്പാസിറ്റർ ആയിരുന്നു യഥാർത്ഥത്തിലുള്ള ഫോൾട്ട്. അതല്ലേ, പിക്ചറിൽ ചെത്തലായിരുന്നു ഭയങ്കര. ഓക്കെ, റെഡ് കളറിലും ബ്ലൂ കളറിലും നല്ല ചെത്തലുണ്ടായിരുന്നു. നല്ല ഒരു അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞ ഒരു പിക്ചറായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, മാറ്റിയപ്പോൾ കണ്ട നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട്. ആ ചെത്തലും എല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു പ്രോബ്ലം. അപ്പോൾ ഇത് തന്നെ വന്ന അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, വെർട്ടിക്കൽ കയറി ചുരുങ്ങുന്നുണ്ട്. അങ്ങനെ ചുരുങ്ങി ലാസ്റ്റ് വെർട്ടിക്കൽ ലൈനായിട്ട് അങ്ങ് നിൽക്കും. വെറും ഒരു ലൈൻ മാത്രം കാണും, പിക്ചറും സൗണ്ടും ഒന്നും കാണത്തില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് ശരിയായി കഴിഞ്ഞ ശേഷം അടുത്ത് യാദൃശ്ചികമായിട്ട് വന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു ഇത്. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ അധികം നേരം ഇട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് റെഡിയാക്കണം. ഓക്കെ, ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രൈ സോൾഡർ ചെയ്താൽ മതി. ഓക്കെ, എല്ലായ്പ്പോഴും ഡ്രൈ സോൾഡർ ചെയ്തെന്ന് പറഞ്ഞ് ശരിയാവണമെന്നില്ല. ഓക്കെ, ഇതിപ്പോൾ വെർട്ടിക്കൽ സെക്ഷൻ മൊത്തം, ഓക്കെ, വെർട്ടിക്കലും ഹൊറിസോണ്ടലും പവർ സപ്ലൈയും മെയിൻ പ്രോസസ്സറും കൂടെ ഒന്ന് ഡ്രൈ സോൾഡർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പവർ സപ്ലൈയിൽ വോൾട്ടേജ് വേരിയേഷൻസ് വന്നാലും ഇങ്ങനെ പ്രശ്നമുണ്ടാകും. ഓക്കെ, പിന്നെ പ്രോസസ്സർ സ്റ്റേജ് ഉണ്ട്, പ്രോസസ്സറിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിലും വരും. ഓക്കെ, അപ്പോൾ അവിടെയും കൂടെ ഡ്രൈ സോൾഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ സോൾഡർ ചെയ്തെല്ലാം കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ആണിത്. ഓക്കെ, സക്സസ്ഫുള്ളായിട്ടുണ്ട്, എല്ലാ കംപ്ലൈൻസും മാറിയിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.